ഗുഡ് മോർണിംഗ്. ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ e⁻³ sin 2 × t. ദാറ്റ് ഈസ് ഇവിടെ 3 ടേമാണ് വന്നിട്ടുള്ളത്. ഒരു ടി സ്ക്വയറിൻ്റെ ടേം, ഒരു എക്സ്പൊണൻഷ്യൽ ടേം, ഒരു സൈൻ്റെ ടേം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പൊണൻഷ്യൽ ആദ്യം വന്നിട്ട് ബാക്കി 2 ടേം അതിന് ശേഷം വരുന്ന രീതിയിലുള്ളൊരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ്പൊണൻഷ്യലിന് ശേഷം വരുന്ന ടേമിനെ f(t) ആയിട്ട് കണക്കാക്കിയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്തത്. അപ്പോൾ ഈ കേസിൽ എക്സ്പൊണൻഷ്യൽ സെൻറ്ററിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യണം? എക്സ്പൊണൻഷ്യൽ ആദ്യം കൊടുത്ത് ബാക്കി 2 ടേം ഒരുമിച്ച് എഴുതി അതിനെ f(t) ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഈ ക്വസ്റ്റിനെ എങ്ങനെ മാറ്റി എഴുതാം? L(t² e⁻³ sin 2t is equal to L(e⁻³ t² sin 2t. അപ്പോൾ ഇങ്ങനെ ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് f(t) ആയിട്ട് കണക്കാക്കണം. അതായത് t² sin 2t നമ്മൾ f(t) ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് L ഓഫ് എക്സ്പൊണൻഷ്യൽ e⁻at f(t) എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? f(s−a). ഇപ്പോൾ f(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് എസിൻ്റെ സ്ഥാനത്ത് s−a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി L(t × f(t) എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ t⁻1 ആയതുകൊണ്ട് -d/ds ഓഫ് f(s) ഓർ f(s) എന്ന് പറഞ്ഞാൽ L ഓഫ് f(t). ടി സ്ക്വയർ ആണെങ്കിൽ -1² d²/ds² ഓഫ് f(s) എന്ന് വരും. ഈ 2 പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതായത് ഫസ്റ്റ് ഈ പാർട്ടിനെ എടുക്കാം. ഈ പാർട്ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പാർട്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് L(t² sin 2t is equal to t² ആയതുകൊണ്ട് -1² d²/ds² ഓഫ് L ഓഫ് f(t). എന്താണ് ഇവിടുത്തെ? sin 2 × t. ഇത് ഏത് ഫോമിലാണ്? t² f(t). L ഓഫ് t² f(t) എന്ന് പറഞ്ഞ ഫോമിലാണ്. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ -1² d²/ds² ഓഫ് L ഓഫ് f(t). അപ്പോൾ ഇവിടുത്തെ f(t) sin 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -1² d²/ds² ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t. അതെന്താണ്? sin at എന്ന് പറഞ്ഞാൽ a/s² + a² ആണ്. അപ്പോൾ ഇവിടെ 2 ആണ് അതിൻ്റെ എയുടെ സ്ഥാനത്ത്. സോ 2/s² + 2², ദാറ്റ് ഈസ് 2/s² + 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × d/ds ഓഫ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഡിനോമിനേറ്റർ s² + 4 × 0 - 2 × ഇതിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2s /s² + 4 the whole square. ഇനി ഒരു ഡെറിവേറ്റീവും കൂടെ എടുക്കണം. ദാറ്റ് ഈസ് d/ds ഓഫ് ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ d/ds ഓഫ് ഇവിടെ എന്ത് വരും? ഇത് -4s, ഈ ടേം 0 -4s /s² + 4 the whole square. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -4 ഔട്ട് സൈഡ് എടുക്കാം. ഇനി ഡിനോമിനേറ്റർ s² + 4 the whole square ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇനി s ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 × s² + 4 ഇൻറ്റു ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2s the whole /s² + 4 the whole raised to 4. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 × s² + 4 2 ടേമിൽ നിന്നും ഔട്ട് സൈഡ് എടുത്തു. s² + 4 ഇൻറ്റു s² + 4 ഈ ടൈമിൽ ഒരു s² + 4 ഉണ്ടല്ലോ, മൈനസ് ഈ ടൈം ഔട്ട് സൈഡ് എടുത്തപ്പോൾ ബാക്കി 2s × 2s ദാറ്റ് ഈസ് 4s² /s² + 4 the whole raised to 4. ഇത് ഈ 2 ടൈം ക്യാൻസലായിപ്പോയി. ഇതിപ്പോൾ ഹോൾ ക്യൂബ് എന്നായി. ദെൻ ഔട്ട് സൈഡ് കിടന്ന 4ഉം കൂടെ ഉള്ളിലേക്ക് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ 12s² - 16 /s² + 4 the whole cube എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² sin 2t ആണ്. അപ്പോൾ നമുക്കത് പോരാ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻³ t² sin 2t ആണ്. സോ
ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ 2t ആൻസർ നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു എക്സ്പോണൻഷ്യലും കൂടെ വരുവാണെങ്കിൽ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ്സിന് എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? ഇത്രയും ടൈമാണ് എഫ് ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ കിട്ടിയിരിക്കുന്നതിൽ എസ്സിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നോക്കുക, e⁻³ ആണ്. അപ്പോൾ e⁻ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -3 ആണ്. സോ എസ് മൈനസ് ഓഫ് -3 ദാറ്റ് ഈസ് എസ് പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഫൈനൽ ആൻസർ 12 ഇൻറ്റു എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ മൈനസ് 16 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ ക്യൂബ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് 7th പ്രോപ്പർട്ടിയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/t ഇൻറ്റു എഫ് ഓഫ് ടി. നമ്മൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി ബൈ ടി ആണ്. ടി കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. അപ്പോൾ നമ്മൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി വന്നു കഴിയുമ്പോൾ -d/ds ഓഫ് എഫ് ഓഫ് എസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി ബൈ ടി വന്നു കഴിയുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. അതായത് ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. അതിനെ എസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. We know L of f of t dt is equal to f of s, that is equal to integral 0 to infinity e raised to minus st f of t dt. ഇക്വേഷൻ നമ്പർ 1. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എസിൻ്റെ. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് നോക്കി, ഇവിടെ എസ് ടു ഇൻഫിനിറ്റി ആണ് വേണ്ടത്. ഇവിടെ നമ്മുടെ എൽ എച്ച് എസ് എന്താ? എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st എഫ് ഓഫ് ടി ഡി ടി ആണ് നമുക്കുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ എസ് ടു ഇൻഫിനിറ്റി വേണം. സോ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഫ്രം എസ് ടു ഇൻഫിനിറ്റി, എൽ എച്ച് എസും ആർ എച്ച് എസും. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എസ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എസ് ആൻഡ് ഇൻഫിനിറ്റി. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. That is integral s to infinity f of s ds is equal to integral s to infinity ഇത് അതുപോലെ തന്നെ integral 0 to infinity e raised to minus st f of t dt ds. ഇൻ്റഗ്രലിൻ്റെ ഡി എസും കൂടെ കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ഇത്രയും ടൈം നമ്മൾ ഒരുമിച്ചാക്കി e raised to minus st വിത്ത് റെസ്പെക്ട് ടു ഡി എസ് വിത്ത് റെസ്പെക്ട് ടു എസ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് ടി നമ്മളിങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എസിൻ്റെ ടൈമൊന്നും വരുന്നില്ല. സോ ഇൻ്റഗ്രൽ 0 to infinity ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി e raised to minus st ds ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇനി ഇത്രയും പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എസ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? e raised to minus st ഡിവൈഡഡ് ബൈ മൈനസ് ടി വിത്ത് റെസ്പെക്ട് ടു എസ് അല്ലേ. സോ ഇവിടെ ഒരു മൈനസ് ടി ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് മൈനസ് ടി ഫ്രം ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി. That is equal to integral 0 to infinity f of t by minus t. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് e raised to minus infinity മൈനസ് e raised to minus st dt. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st ഇത് 0 ആണ്. e raised to minus st f of t by t dt. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st കഴിഞ്ഞിട്ട് ഈ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇത് എന്നല്ലേ അതിൻ്റെ മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/t എഫ് ഓഫ് ടി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st എഫ് ഓഫ് ടി ബൈ ടി ഡി ടി. ഈ ടേമിൽ വരുന്നത് മൊത്തത്തിൽ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്നും പറഞ്ഞ് കൊടുക്കണം. ദെയർഫോർ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി ആർ എച്ച് എസ് കിട്ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു എൽ എച്ച് എസ് എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. അപ്പോൾ നമ്മുടെ ടി ഡിവൈഡഡ് ബൈ വന്നാൽ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഫോമിലാണ് ഫംഗ്ഷൻ എങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഫ്രം എസ് ടു ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു എസ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സാമ്പിൾ
ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t sin t by t dt. അപ്പം ഇൻ്റഗ്രലും കൂടെ ഉൾപ്പെട്ടാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ എഴുതണം, എൽ ഓഫ് ഇൻ്റഗ്രൽ 0 to t sin t by t dt. അപ്പോൾ ഇവിടെ രണ്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് സൈൻ ടി ബൈ ടി ഡിവൈഡ് ചെയ്ത് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. പിന്നെ ഇൻ്റഗ്രൽ ഫ്രം 0 to t വന്നാൽ നമ്മൾ എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പ്രോപ്പർട്ടി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇൻ്റഗ്രൽ ഫ്രം 0 to t ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ എല്ലിൻ്റെ ഇൻസൈഡായിട്ട് വന്നാൽ, ദാറ്റ് ഈസ് എൽ മീൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്നും പറഞ്ഞ് വന്നാൽ. ഇനി ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് വേണം? എഫ് ഓഫ് ടി ബൈ ടി ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ആണ്. അതിന് വേണ്ടി നമുക്ക് എഫ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ടി ഡിനോമിനേറ്റർ നിർത്തിക്കൊണ്ട് ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ് എഫ് ഓഫ് ടി. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ എഫ് ഓഫ് ടി സൈൻ ടി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ഈസ് ഈക്വൽ ടു, സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s² പ്ലസ് 1. അപ്പോൾ a/s² പ്ലസ് a² ആണ്. ദാറ്റ് ഈസ് 1/s² പ്ലസ് 1. സോ ഇതിൻ്റെ എൽ ഓഫ് സൈൻ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1/s² പ്ലസ് 1 ds. അപ്പോൾ എഫ് ഓഫ് എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി π/2 ആണ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് എന്തായി? എൽ ഓഫ് സൈൻ ടി ബൈ ടി ആണ്. ഇനി എൽ ഓഫ് ഇൻ്റഗ്രൽ 0 to t സൈൻ ടി ബൈ ടി ഡി ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? ഇൻ്റഗ്രൽ 0 to t വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് ബൈ എസ് ആണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ. ഇപ്പോൾ എഫ് ഓഫ് എസ് കിട്ടി. എന്താണ്? π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എസ്സും കൂടെ കൊടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി. ദാറ്റ് ഈസ് 1/s ഇൻറ്റു π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എസിനെ വേണമെങ്കിൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് എഴുതാം. സിൻസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. സോ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ഈസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ്. ഇങ്ങനെ എഴുതിയാലും മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 1/s ഇൻറ്റു π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. അടുത്ത എക്സാമ്പിൾ, എൽ ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഏത് ഫോമിലാണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് എഫ് ഓഫ് ടി ഡി എസ്. നമ്മുടെ ഏഴാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ച്. ദാറ്റ് ഈസ് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? 1 മൈനസ് ഇ റേസ് ടു ടി ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എൽ ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡി എസ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ഇ റേസ് ടു ടി അല്ലേ? അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി ഡി എസ്. എൽ ഓഫ് 1 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്? 1/s ആണ്. അപ്പോൾ എസ് ടു ഇൻഫിനിറ്റി 1/s മൈനസ് ഇ റേസ് ടു ടി. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞാൽ 1/s മൈനസ് എ ആണ്. അപ്പോൾ സോ ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ 1t ആണ്. 1/s മൈനസ് 1 ds. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എടുത്ത് കഴിയുമ്പം 1/sൻ്റെ ലോഗ് എസ് മൈനസ് ലോഗ് ഓഫ് എസ് മൈനസ് 1 ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ഫ്രം എസ് ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എസ്സിന് കൊടുത്തു കഴിയുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരും ലോഗ്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് ഈ രീതിയിലേക്കൊന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ലോഗ് ഓഫ് എസ് ബൈ എസ് ഇൻറ്റു ഈ ടൈം ക്യാൻസലായി പോകാൻ വേണ്ടിയിട്ട് കേട്ടോ, ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും. അപ്പോൾ ഇവിടെ ഒരു എസ് ഉണ്ട്, ഇത് ന്യൂമറേറ്ററിൽ എസ്. ഇവിടെ എന്ത് ചെയ്തു? ഈ എസ്സിനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എസ് ഇൻറ്റു 1 മൈനസ് ഇവിടെ 1/s എന്നും കൊടുത്തു. എന്നിട്ട് ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? ലോഗ് ഓഫ് 1/1 മൈനസ് 1/ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു മൈനസ് ലോഗ് ഓഫ് ലോവർ ലിമിറ്റ് എസ് ആണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് 1/s. ഇനി ഇവിടെ നോക്കുക, ലോഗ് ഓഫ് 1/1 മൈനസ് 1/ഇൻഫിനിറ്റി എന്നാണ് ഈ ടൈം കിടക്കുന്നത്. 1/ഇൻഫിനിറ്റി 0 ആണ്.
അപ്പോൾ സോ ഇവിടെ ലോഗ് 1 വരും, ലോഗ് 1 0 മൈനസ് ലോഗ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1. എസ് ബൈ എസ് മൈനസ് 1 എന്ത് എങ്ങനെ വന്നു? ഇവിടെ ചെയ്യുമ്പോൾ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ ആ എസ് മുകളിൽ പോയപ്പോൾ എസ് ബൈ എസ് മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്കറിയാം ഇവിടെ -1 ഇൻറ്റു ലോഗ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 അല്ലേ, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇത് ഹോൾ റേസ് ടു എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു -1. ഇവിടെ ഒരു -1 ഉണ്ട്, സോ ഇവിടെ നമുക്കിങ്ങനെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇനി നമുക്കറിയാം ഇവിടെ എക്സ് ഇൻവേഴ്സ് ലോഗ് ഓഫ് എക്സ് റേസ് ടു -1, ഓർ നമുക്ക് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/x എന്ന് എഴുതാമല്ലോ. സോ ഇതിനെ ലോഗ് ഓഫ് 1/s മൈനസ് 1 ദാറ്റ് ഈസ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇൻഫിനിറ്റി ഒക്കെ വരുന്ന കേസിൽ അത് നോക്കിയിട്ട് വേണം, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടി വരുന്ന കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ടിയുടെ തന്നെ ടി സ്ക്വയർ ചിലപ്പോൾ വരാം ഡിനോമിനേറ്ററിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 - cos t ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ടി വന്നാൽ നമുക്ക് ചെയ്യാനറിയാം, ബട്ട് ടി സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഈ ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഈസ് എൽ ഓഫ് 1 - cos t ബൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതണം? എൽ ഓഫ് 1 - cos t ബൈ ടി ഡിവൈഡഡ് ബൈ ടി. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ഫസ്റ്റ് ഇത്രയും പാർട്ടിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിനോമിനേറ്ററിൽ ടി വന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് വീണ്ടും അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഡിവൈഡഡ് ബൈ ടി വരുന്ന ഫോമുല കിട്ടി. ദെൻ വീണ്ടും ഈ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വേണം ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് എഫ് ഓഫ് ടി ഡി എസ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എൽ ഓഫ് 1 - cos t ബൈ ടി ഡിവൈഡ് ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത്രയും പാർട്ടിൻ്റെയാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? ഈ ഇത്രയും പാർട്ടാണ്, അതായത് 1 - cos t ബൈ ടി ആണ് ഇവിടുത്തെ എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ എൽ ഓഫ് 1 - cos t ബൈ ടി ഡി എസ് ആണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. അത് നമുക്ക് അവിടെ നിർത്താം. ദെൻ നമുക്ക് ഈ പാർട്ട് മാത്രം ചെയ്യാം. ആദ്യം 1 - cos t ബൈ ടി മാത്രം എടുത്ത് ചെയ്തിട്ട് ഇക്വേഷൻ 1 കൊണ്ടുവന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് മാത്രം എടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എൽ ഓഫ് 1 - cos t ബൈ ടി ഇസ് ഈക്വൽ ടു, അപ്പോൾ അന്നേരം നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? 1 - cos t ദാറ്റ് ഈസ് എൽ ഓഫ് 1 - cos t ഡി എസ്. അപ്പോൾ ഇത് മാത്രം എടുത്തുള്ളൂ കേട്ടോ. ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? ഇത് എഫ് ഓഫ് ടി 1 - cos t ആണ്, ഡിവൈഡഡ് ബൈ ടി ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് 1 - എൽ ഓഫ് കോസ് ടി ഡി എസ്. അപ്പോൾ എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1/s. സോ ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി 1/s മൈനസ് കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² + 1 ds. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1/s, അതവിടെ തന്നെ. സെക്കൻഡ് ടൈം എന്തായിരുന്നു? s/s² + 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഉള്ളത് ലോഗസ് എന്ന് എഴുതണമെങ്കിൽ, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ലോഗസ് എന്ന് എഴുതണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗസ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ലോഗസ് എന്ന് എഴുതണമെങ്കിൽ s² + 1ൻ്റെ ഡെറിവേറ്റീവ് 2s മേളിൽ വരണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് s/s² + 1 ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 1/2 കൂടെ കൊടുത്തു. അപ്പോൾ അതാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. 1/2 × 2s ഡിവൈഡഡ് ബൈ s² + 1 ds. ദാറ്റ് ഈസ് ഈക്വൽ ടു log s മൈനസ് 1/2. ഇനി നമുക്ക് എഴുതാമല്ലോ ഇത് log ഓഫ് s² + 1 ഫ്രം ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു log s മൈനസ് log ഓഫ് ഇത് 1/2 ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. s² + 1 ദ ഹോൾ റേസ് ടു 1/2 ഫ്രം s ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു log s മൈനസ് s² + 1 ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് s² + 1 അല്ലേ. അപ്പോൾ log ഓഫ് റൂട്ട് ഓഫ് s² + 1 ഫ്രം s ടു ഇൻഫിനിറ്റി. ലിമിറ്റ് അപ്ലൈ ചെയ്യാറായിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇതെന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എ മൈനസ് ലോഗ് ബി, ദാറ്റ് ഈസ് ലോഗ് എ ബൈ ബി, ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് എഴുതാം. ഇൻഫിനിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റാണ് ഈ പാർട്ട്, ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോവർ ലിമിറ്റ്, അത് എസ് ആണ്, ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു എസ്സും കൂടെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു, ഇത് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നമുക്ക് ലോഗ് 1 എന്ന് വന്ന് 0 ആയി പോകാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരും, അതാണ് പ്രോബ്ലം. എസ് ബൈ എസ് ഇൻറ്റു ഇവിടെ എന്ത് എഴുതണം, ഇപ്പോൾ ഇവിടെ എസ് റൂട്ടിൻ്റെ പുറത്തേക്ക്, എസ് സ്ക്വയറിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്ത കാരണം ഇവിടെ എസ് എന്ന് കൊടുത്തു. സോ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1, അത് അതുപോലെ തന്നെ കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് ലോഗ് 1 ആയി, ലോഗ് 1 മൈനസ് ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ലോഗ് 1 ആയത് കേട്ടോ, ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ലോഗ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് 1 എന്താ 0 മൈനസ് ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു -1 അല്ലേ, അപ്പം ഹോൾ റേസ് ടു -1 എന്ന് കൊടുക്കാമല്ലോ, എസ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ റേസ് ടു -1. ഇപ്പോൾ ഈ -1 കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് റേസ് ടു -1 ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. സോ ലോഗ് ഓഫ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ്, ഇതിൻ്റെ 1 ബൈ എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടി. ഇതിപ്പോൾ ചെയ്ത് കിട്ടിയത് ഏതാണ്, ഒരു പാർട്ടായിട്ടുള്ളൂ, അതായത് ടി ഡിനോമിനേറ്ററിൽ വന്ന നമ്മൾ ഫസ്റ്റ് പാർട്ടായുള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് ഇത് തിരിച്ചു കൊടുത്തിട്ട് ഇത് എഫ് ഓഫ് എസ് ആയിട്ട് കണക്കാക്കി വീണ്ടും നമ്മൾ ഡിനോമിനേറ്ററിൽ ടി വരുന്ന ഫോമിൽ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് മറന്നു പോയത് ഇവിടം വെച്ച് നിർത്തരുത്, ബാക്കി പാർട്ടും കൂടെ ചെയ്യണം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 ദാറ്റ് ഈസ്, നമുക്കിത് തന്നെ എഴുതാം, നമ്മുടെ ക്വസ്റ്റ്യൻ എൽ ഓഫ് 1 മൈനസ് കോസ് ടി ബൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് ഡി എസ്. അതല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ന്യൂമറേറ്റർ ഇവിടുത്തെ എന്താണ്, 1 മൈനസ് കോസ് ടി ഡിവൈഡഡ് ബൈ ടി അല്ലേ, അപ്പോൾ 1 മൈനസ് കോസ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഈ കിട്ടിയിരിക്കുന്നത്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡി എസ് കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതണമെങ്കിൽ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഈ എസ് റൂട്ടിനുള്ളിലല്ല. സോ ഇവിടെ ഒരു എസ് സ്ക്വയർ എന്ന് കൊടുത്തു, ദെൻ ഇത് ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുത്തു. അപ്പോൾ എസ് ആയല്ലോ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഡി എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1/2 ഇൻറ്റു ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഡി എസ്. ദെൻ 1/2 ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഡി എസ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനും ഇവിടെ 1 സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുത്താണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ദാറ്റ് ഈസ് എസ് ഫ്രം എസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ലോഗ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1/x ആണ്. അപ്പോൾ 1/xൻ്റെ സ്ഥാനത്ത് എന്താ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ദാറ്റ് ഈസ് 1/s സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും എന്ത് വരും, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെ. അപ്പോൾ ദാറ്റ് ഈസ് കോഷ്യൻ റൂള്, എസ് സ്ക്വയർ ഇൻറ്റു ഡിനോമിനേറ്റർ എസ് സ്ക്വയർ, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 2s മൈനസ് ന്യൂമറേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2s, ഇതിൻ്റെ ഡെറിവേറ്റീവ് 2s അല്ലേ, 2s ദ ഹോൾ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4. ഇനി ഒരു ടേമും വരും എസ്, ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ദാറ്റ് ഈസ് എസ് ഡി എസ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റാണ് കൊടുക്കുന്നത്, എസ്
എസ് ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1/s². ഇത്രയായി അപ്പർ ലിമിറ്റ്. 1/2 കോമൺ ആണ് എല്ലാത്തിനും. മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് എസ് ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1/s². അപ്പോൾ അത്രയും പാട്ടായി. ഇത് ഇത്രയും പാട്ടായി. ഇനി മൈനസ് ഈ പാട്ടുണ്ടല്ലോ, ഇൻ്റഗ്രൽ S to ഇൻഫിനിറ്റി, ഇത് മുകളിലേക്ക് കൊടുക്കാം. s²/s² പ്ലസ് 1. ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2s³ മൈനസ് 2s³ മൈനസ് 2s. അപ്പോൾ 2s³ കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ മൈനസ് 2s മാത്രമേ ഇവിടെ ഉള്ളൂ. ദാറ്റ് ഈസ് മൈനസ് 2s ഡിവൈഡഡ് ബൈ s⁴ ഇൻറ്റു s ds. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി s ലോഗ്. ഇനി നോക്കുക, വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ s² ഇവിടെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ s² ഇൻറ്റു 1 പ്ലസ് 1/s² ഡിവൈഡഡ് ബൈ s². അപ്പോൾ s²ഉം ക്യാൻസൽ ആയിപ്പോയി. മൈനസ് ഈ ടേം s ലോഗ് ഓഫ് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s². ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു s² ഉണ്ട്, ഇവിടെ ഒരു s ഉണ്ട്, ഇവിടെ ഒരു s ഉണ്ട്. അപ്പോൾ ഇവിടെ s⁴ ഉണ്ട്, ഈ s⁴ കൂടെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി റിമൈനിങ് എന്തൊക്കെയുണ്ട്? -2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1. ഈ മൈനസും കൂടെ വന്നു കഴിയുമ്പോൾ പ്ലസ് ആയി. ദാറ്റ് ഈസ് പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം s to ഇൻഫിനിറ്റി 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 ds. ഈ ഫസ്റ്റ് ടൈമിൽ നോക്കി s ടെൻസ് ടു ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിയുമ്പം എന്ത് വരും? ലോഗ് ഓഫ് 1 പ്ലസ് ലോഗ് ഓഫ് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x മൈനസ് x²/2 പ്ലസ് x³ 3 മൈനസ് x⁴/4 പ്ലസ് എക്സെട്ര. അതാണ് ഇതിൻ്റെ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സിന് സ്ഥാനത്ത് 1/s² ആയിട്ട് എടുത്ത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി s ഇൻറ്റു ഈ s ഇവിടെ ഉണ്ട്, s ഇൻറ്റു ഇപ്പോൾ ഇതിന് ലോഗ് ഓഫ് 1 പ്ലസ് 1/s² പകരം എക്സിന് സ്ഥാനത്ത് 1/s² അല്ലേ. അപ്പോൾ x 1/s² മൈനസ് 1/s²² 2 പ്ലസ് 1/s²³ 3 മൈനസ് എക്സെട്ര. ഇനി അടുത്ത ടേം മൈനസ് എസ് ലോഗ്. അപ്പോൾ ഇവിടുത്തെ ഈ 1/2 എല്ലാത്തിനും കോമൺ അല്ലേ. അപ്പോൾ ഈ 1/2 ഇത്രയും ടേമിന് വേണ്ടി കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ s/2 എന്ന് എഴുതി, 1/2 കൊടുത്തു. അപ്പോൾ s/2 ലോഗ് ഓഫ് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് ഇവിടെ 1/2 ഉണ്ടല്ലോ, 1/2 ഇൻ്റഗ്രൽ ഫ്രം s to ഇൻഫിനിറ്റി 2 ds ഡിവൈഡഡ് ബൈ s² പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ് s ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഒരു s ഉണ്ട്, ഇവിടെ 1/s². സോ 1/s മൈനസ് 1/s²² അത് 1/s⁴ ആണ്. ഇവിടെ ഒരു s ഉള്ളതുകൊണ്ട് 1/2s³ പ്ലസ് 1/3s⁵ മൈനസ് എക്സെട്ര. ഇവിടെ s⁴ ഉണ്ട്, ഈ എസും കൂടെ ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ 3s⁵ മൈനസ് എക്സെട്ര. മൈനസ് s/2 ലോഗ് ഓഫ് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് ഇതെന്താണ്? ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് s ഫ്രം s to ഇൻഫിനിറ്റി, ഇതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ 1/s² പ്ലസ് 1 ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് s. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു ഈ ടൈം എന്ത് വരും? s ടെൻസ് ടു ഇൻഫിനിറ്റി 1/∞ ദാറ്റ് ഈസ് 0 മൈനസ് ഈ ടൈം s/2 ലോഗ് ഓഫ് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണമല്ലോ, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് s. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് s/2 ലോഗ് ഓഫ് s² പ്ലസ് 1/s² പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി ഈസ് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് s. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ കണ്ടു, π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് s എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് ഇൻവേഴ്സ് ഓഫ് s ആണ്. സോ ദാറ്റ് ഇസ് ഇവിടെ മൈനസ് ആണ്. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് s മൈനസ് s/2 ലോഗ് ഓഫ് s² പ്ലസ് 1/s² ആണ് നമ്മുടെ ആൻസർ. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് s പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് s എന്ന് പറഞ്ഞാൽ π/2 ആയതുകൊണ്ട് നമ്മൾ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസിന് കോട്ട് ഇൻവേഴ്സ് ഓഫ് s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്, എങ്കിൽ പോലും നമുക്ക് t² ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.